ഹലോ, ഇന്ന് നല്ല അടിപൊളി ടേസ്റ്റിൽ മാംഗോ പുഡിംഗ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ജലാറ്റിനും ചൈന ഗ്രാസ് ഒന്നും ചേർക്കാതെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു മാംഗോ പുഡിംഗ് ആണിത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. ഇതിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത മാങ്ങയാണ് വേണ്ടത്. ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുള്ളതാണിത്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മീഡിയം സൈസിലുള്ള 3 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ല സ്മൂത്തായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇത് നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മളൊരു കണ്ടിന്യൂസ് ഒരു 3 മിനിറ്റ് നമ്മൾ ഇളക്കി കൊടുത്താൽ മതി. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇളക്കി കൊടുക്കാൻ. ഇനി നമുക്ക് ഇതിലോട്ടൊരു 2 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് എന്ന് പറയുന്നത് നമ്മുടെ മാങ്ങയുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ പഞ്ചസാര എല്ലാം നന്നായിട്ടൊന്ന് ഉരുകി വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് അധികം തിളച്ച് വരേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ചൂടാവുമ്പം തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കൊരു പാൻ എടുക്കാം. ഇതിലോട്ട് ഞാൻ 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ചേർത്ത് ഫ്ലെയിം ഓൺ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത് കട്ട പിടിക്കാത്ത രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂണ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിതാ ആദ്യം തന്നെ കോൺഫ്ലവറിൻ്റെ മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലോട്ട് ഞാൻ ചെറിയ ചെറിയ മാങ്ങാ പീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാംഗോ പൾപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പുഡിംഗ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു മാംഗോ സീസണിൽ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ 2ാമത്തെ ലെയറും നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് മുകളിൽ നമുക്ക് മാംഗോ പീസസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു 3 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പോൾ നമ്മുടെ മാംഗോ പുഡിംഗ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.